നമസ്കാരം. മലയാളി ഫ്രം യുകെയുടെ T20 വേൾഡ് കപ്പ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ 8ലെ ഇന്നലത്തെ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലൻഡിന് 61 റൺസിൻ്റെ വിജയം. ഇതോടെ ന്യൂസിലൻഡ് 3 പോയിന്റുമായി ഗ്രൂപ്പ് 2-ൽ രണ്ടാം സ്ഥാനത്താണുള്ളത്. ന്യൂസിലൻഡിൻ്റെ ജയത്തോടെ പാകിസ്ഥാനും ശ്രീലങ്കയും സെമി കാണാതെ പുറത്തായിരിക്കുന്നു. ഇനി അവർക്ക് അവശേഷിക്കുന്നത് ഓരോ മത്സരങ്ങളാണ്. അത് ജയിച്ചാലും അവർക്ക് സെമിയിലേക്ക് പോകുവാൻ സാധിക്കില്ല. ഇനി മാച്ച് സമ്മറിയിലേക്കൊന്ന് പോകാം. ടോസ് ലഭിച്ച ശ്രീലങ്ക ബൗളിംഗ് തിരഞ്ഞെടുത്തു. ന്യൂസിലാൻഡ് ടീമിൽ ഓപ്പൺ ചെയ്തത് ടിം സെയ്ഫേർട്ടും ഫിൻ അലനുമായിരുന്നു. ന്യൂസിലാൻഡ് സ്കോർ ബോർഡ് 30-ൽ നിൽക്കെ മഹേഷ് തീഷ്ണയുടെ 3-ാം ഓവറിലെ ഫസ്റ്റ് പന്തിൽ ഫിൻ അലൻ്റെ ലെഗ് സ്റ്റംപ് തെറിച്ചു. തൊട്ടടുത്ത ഓവറിൽ ദുഷ്മന്ത ചമീര എറിഞ്ഞ 4-ാം ഓവറിലെ 2-ാം പന്ത് സ്ക്വയർ ലെഗിലേക്ക് കളിക്കവേ കമിൻഡോ മെൻഡിസിന് ക്യാച്ച് നൽകി ടിം സെയ്ഫേർട്ട് മടങ്ങുമ്പോൾ ന്യൂസിലാൻഡ് സ്കോർ 34-2. രച്ചിൻ രവീന്ദ്രയും ഗ്ലെൻ ഫിലിപ്സും ചേർന്ന് ന്യൂസിലാൻഡ് സ്കോർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദുഷ്മന്ത ചമീരയുടെ 9-ാം ഓവറിലെ 3-ാം പന്ത് ഒരു കിടിലൻ ഷോട്ടിന് ശ്രമിക്കവേ ഗ്ലെൻ ഫിലിപ്സിൻ്റെ സ്റ്റംപ് ഇളക്കി ആ പന്ത് പുറത്തേക്ക് പോയി. അപ്പോൾ ന്യൂസിലാൻഡ് സ്കോർ 75-3. അതിനുശേഷം സ്കോർ ബോർഡിൽ 9 റൺസ് മാത്രം ചേർത്ത് മഹേഷ് തീഷ്ണയുടെ 11-ാം ഓവറിലെ 2-ാം പന്തിൽ ദുഷൻ ഹേമന്ത്ക്ക് ക്യാച്ച് നൽകി രച്ചിൻ രവീന്ദ്ര മടങ്ങി. ന്യൂസിലാൻഡ് സ്കോർ ബോർഡ് 84-4. അതേ ഓവറിലെ 4-ാം പന്തിൽ മാർക്ക് ചെമ്പാനയും മടക്കി മഹേഷ് തീഷ്ണ ശ്രീലങ്കയ്ക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. ന്യൂസിലാൻഡ് സ്കോർ 84-5. തുനി വില്ലേജ് എറിഞ്ഞ 12-ാം ഓവറിലെ ഫസ്റ്റ് ബോളിൽ ഡാരി മിച്ചലും ഔട്ടായപ്പോൾ ശ്രീലങ്കൻ സ്കോർ ബോർഡ് 84-6. അവിടെ നിന്നാണ് ശ്രീലങ്കയുടെ പതനം ആരംഭിച്ചത്. ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാറ്റ്നർ കോഹ്ലി കൊച്ചിയെ കൂട്ടുപിടിച്ച് ന്യൂസിലൻഡ് സ്കോർ ബോർഡ് ചലിപ്പിച്ചു. ഇരുവരും ചേർന്ന് 84 റൺസിൻ്റെ പാർട്ണർഷിപ്പ്. അങ്ങനെ ന്യൂസിലാൻഡ് സ്കോർ 168-ൽ നിൽക്കുമ്പോൾ അവസാന ഓവറിലെ ലാസ്റ്റ് പന്തിൽ മിച്ചൽ സാറ്റ്നർ മടങ്ങി. ന്യൂസിലാൻഡ് 20 ഓവറിൽ 168-7. 26 പന്തുകളിൽ നിന്നാണ് മിച്ചൽ സാറ്റ്നർ 47 റൺസ് നേടിയത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് തുടക്കം തന്നെ പിഴച്ചു. മാറ്റ് ഹെൻറിയുടെ ഫസ്റ്റ് പന്ത് നിസംഗയുടെ ബാറ്റിൽ തട്ടി മിഡിൽ സ്റ്റംപ് ഇളക്കി പുറത്തേക്ക്. ശ്രീലങ്ക 0-1. മാറ്റ് ഹെൻറിയുടെ അടുത്ത ഓവർ ഡാനി മിച്ചലിന് ക്യാച്ച് നൽകി അസലങ്കയും മടങ്ങി. സ്കോർ 6-2. അങ്ങനെ 8-ാമത്തെ ഓവറിൽ എറിയാൻ വരുന്നത് രച്ചിൻ രവീന്ദ്രയാണ്. അവിടെ നിന്നാണ് കളിയുടെ ഗതി മാറിയത്. 22 ബോളിൽ 11 റൺസ് എടുത്ത കുശാൽ മെൻഡിസിനെയും 18 പന്തിൽ 10 റൺസ് എടുത്ത പവൻ രത്നായക്കിനെയും തൊട്ടടുത്തടുത്ത പന്തിൽ കളഞ്ഞ് ശ്രീലങ്കയുടെ പതനത്തിന് തുടക്കം കുറിച്ചു. ശ്രീലങ്കൻ സ്കോർ ബോർഡ് 29-4. പിന്നീട് വന്ന കമൻഡോ മെൻഡിസിനും തുനിത് വില്ലേജിനും മാത്രമാണ് ശ്രീലങ്ക നിരയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അങ്ങനെ രച്ചിൻ രവീന്ദ്ര വേൾഡ് കപ്പിലെ തൻ്റെ 4 വിക്കറ്റ് സ്വന്തമാക്കി ശ്രീലങ്കയുടെ സെമി പ്രതീക്ഷകൾ അവസാനിപ്പിച്ചു. 20 ഓവറിൽ ശ്രീലങ്ക 107-8. ഇതോടെ സെമി കാണാതെ ശ്രീലങ്കയും പാകിസ്ഥാനും പുറത്തായി. വേൾഡ് കപ്പ് സെമി കാണാതെ പോകുന്ന ആദ്യ 2 ടീമുകളായി പാകിസ്ഥാനും ശ്രീലങ്കയും മാറി. ഇനിയുള്ള കളികൾ ജയിച്ചാലും അവർക്ക് സെമി കാണാൻ സാധിക്കില്ല. അടുത്ത വീഡിയോയുമായി എത്താം. മലയാളി ഫ്രം UK.